വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാറല്ലേ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ടിഫിൻ ബോക്സിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഇടണമെന്ന്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന, നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ടിഫിൻ ഐറ്റമാണ്. അതായത് പാലക് ചപ്പാത്തി. ഇപ്പൊ പാലക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ, എൻ്റെ മക്കളൊന്നും വെറുതെ പാലക്ക് കറി ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാറില്ല. പക്ഷെ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മക്കളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അമ്മമാരോട് പറയണം, ആന്റി പറഞ്ഞ പോലെ ഇത് ട്രൈ ചെയ്ത് തരാൻ. എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. നിങ്ങൾ കഴിച്ചതിന് ശേഷം ആന്റിയുടെ അടുത്ത് റിവ്യൂ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് പാലക് ചപ്പാത്തി തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് പാലക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങും. അതായത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി, ഗ്രീൻ കളർ ഇരിക്കുന്ന ചപ്പാത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കെട്ട് പാലക്ക്, ഒരു ചെറിയ കെട്ട് പാലക്ക്, അത് മതി. അപ്പോൾ ഇത് നന്നായി കഴുകണം. കാരണം ഇതിൽ നിറയെ മണ്ണുണ്ടാവും. മല്ലിയിലയാണെങ്കിലും ഈ പാലക്കിൻ്റെ ഇലയാണെങ്കിലും ഒക്കെ നിറയെ മണ്ണുണ്ടാവും ഇതിൽ. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് തനിയെ എടുത്ത് കഴുകുക. അതിനുശേഷം വെള്ളം പാലാൻ വെച്ചിട്ടുള്ള പാലക്കിന്റെ ലീവ്സ് ആണിത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതായത് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുക്കുക. അല്ല, ഒരുപാട് സമയം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പോഷക ഗുണങ്ങളും വെള്ളത്തിൽ പോകും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് 30 സെക്കൻഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതിയാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇത് ഇട്ടതിന് ശേഷം എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് എന്താ നമ്മുടെ പാലക്കിന്റെ ഇല ഇട്ട് കൊടുക്കാൻ പോകണം. ഞാൻ തണ്ടോട് കൂടി ഇടുന്നുണ്ട് കേട്ടോ. ചിലർ തണ്ട് ഉപയോഗിക്കില്ല, ഞാൻ പക്ഷെ തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇത് എന്തായാലും അരച്ച് ചേർക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ ഒന്ന് വാടിയാൽ മാത്രം മതി. ആ ഒരു ഒരുപാട് അങ്ങനെയുള്ള പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി മാത്രമാണ് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നത്. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതങ്ങ് എടുക്കാം. അപ്പം നിങ്ങൾക്ക് തണ്ട് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം. തണ്ട് മുറിച്ച് കളഞ്ഞിട്ട് ഇല മാത്രം മതി. അപ്പം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കെട്ടൊക്കെ വേണ്ടി വരും. ഇപ്പം തണ്ടോട് കൂടി ആയതുകൊണ്ട് ഞാനിപ്പോൾ 1 കെട്ട് എടുത്തിട്ടുള്ളൂ. പൊടിയുടെ അളവൊക്കെ നമുക്ക് അതിൽ ഇടുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. മതി. ഓക്കെ, ഇത് നമുക്ക് എടുക്കാം. എന്നിട്ട് സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിക്കുന്നുള്ളത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് മാവ് ഒരുപാട് വേണ്ടി വരും. അപ്പോൾ ഇത് ചൂടാറട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് അരയ്ക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനിത് എടുത്തിരിക്കുന്നത് നല്ല വെള്ളമാണ്. അതായത് ടാപ്പ് വാട്ടർ ഒന്നല്ല, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഞാനിതിപ്പോൾ പാലക്ക് വേവിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിച്ചാൽ മതി. കാരണം ഈ വെള്ളത്തിൽ കുറച്ച് നമ്മുടെ പാലക്കിന്റെ ഗുണങ്ങളൊക്കെ കുറച്ച് അടങ്ങിയിട്ടുള്ള വെള്ളമാണത്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് ചൂടാറാൻ വെക്കുക. അതിനുശേഷം ആ പാലക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം വേണ്ടി വരുന്നില്ല. ആ പാലക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടില്ലേ, ആ പേസ്റ്റ് കൂടിയാണ് നമ്മൾ ഗോതമ്പ് മാവ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാറാൻ എടുത്ത് മാറ്റി വെക്കുകയാണ്. കാരണം അരയ്ക്കാൻ വേണ്ടിയിട്ട് അറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അരച്ചാൽ മാത്രം മതി. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര പൊടി വേണം അതിനനുസരിച്ച് വേണം പാലക്കിന്റെ അളവ് തീരുമാനിക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാലക്ക്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. അപ്പം അതെന്തിനാണ് ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അളവുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാൻ ഇപ്പം എത്ര എൻ്റെ അടുത്ത് അളവുണ്ടെന്നുള്ള കാര്യം. കറക്റ്റ് 1 ഗ്ലാസ് പ്യൂരി ഉണ്ട് ഇത്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇത് ചൂടുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം ചപ്പാത്തി ഉണ്ടാക്കുക. ഈ പ്യൂരിക്ക് ഒട്ടും ചൂട് പാടില്ല കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ പാലക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അരച്ചു വെച്ച പാലക്ക് നമ്മുടെ ഒരു പാത്രത്തിലോട്ട്, ഏത് പാത്രത്തിലാണോ നിങ്ങൾ കുഴക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് വേണം പൊടിയുടെ അളവ് തീരുമാനിക്കാൻ. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് എണ്ണ ഒഴിച്ചാലും മതിയാവും കേട്ടോ. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ ഈസി ചപ്പാത്തി ഉണ്ടാക്കുന്ന വേയില്ലേ, സെയിം മെത്തേഡ് തന്നെ. വെള്ളത്തിന് പകരം പാലക്കിന്റെ പ്യൂരിയാന്ന് മാത്രം വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ. ഞാൻ പാലക്ക് മാത്രമല്ല കേട്ടോ, എന്ത് വെജിറ്റബിൾ ആണെങ്കിലും ഞാൻ ഇതുപോലെ ചെയ്യും. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഒക്കെ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ അട്രാക്ഷനാണ്. കളറായിട്ടുള്ള ചപ്പാത്തിയും പൂരിയൊക്കെ കാണുമ്പോഴും ഒരു ഇഷ്ടം തോന്നും. പിന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ടല്ലോ.
അപ്പോൾ കുട്ടികൾക്ക് പച്ചക്കറിയൊക്കെ ചീരയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ പച്ച കളറിലുള്ള ചപ്പാത്തി കാണുമ്പോൾ അവർ തീർച്ചയായിട്ടും കഴിക്കുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എൻ്റെ മക്കൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ച് ആട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പിൽസ്ബറിയുടെ ആട്ടയാണ് ഉപയോഗിക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള ഗോതമ്പിൻ്റെ ആട്ടയാണിത്, മൈദയൊന്നും കൂട്ടാത്ത പിൽസ്ബറിയുടെ ആട്ട. നിങ്ങൾക്ക് ഏത് കമ്പനിയാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ഗ്ലാസ്സാണ് ഞാൻ പിടിത്തിരിക്കുന്നത്. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മനസ്സിലാവും എത്ര വേണമെന്നുള്ള കാര്യം. കുറച്ച് ആഡ് ചെയ്യുക. അപ്പോൾ തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അവസാനം മാത്രം കൈ ഉപയോഗിച്ചാൽ മതി. നന്നായി എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് മൊത്തത്തിൽ ആട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും വാട്ടറിയാണ്, വെള്ളം ഉണ്ട് ഇതിൽ, വെള്ളം കൂടുതലാണ്. ഇനി കുറച്ചും കൂടെ മാവ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. വീണ്ടും ഞാൻ 1 ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ആട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് ആട്ട ഇട്ട് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുക. ഇനി ഞാൻ സ്പൂൺ മാറ്റാൻ പോവാണ്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കാൻ പോവാണ്. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര മാവ് വേണമെന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോഴും നല്ല വെള്ളമാണ് ഇതിൽ. അപ്പോൾ പോരാ എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി കുറച്ചും കൂടെ മാവ് ഇടേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ 1/2 ഗ്ലാസ് മൊത്തത്തിൽ ഇടാൻ പോകുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ മൊത്തത്തിൽ 1.5 ഗ്ലാസ് മാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആട്ട അനുസരിച്ച് അളവിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട്, ഇപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് ഇട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 1.5 ഗ്ലാസ് ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കുക. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ മിക്സിങ് ആയതുകൊണ്ട് എളുപ്പമല്ലേ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ. ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ഒരുപാട് പേരുടെ മടി മാറുന്നു ഞാൻ കേട്ടു. എനിക്ക് ഒരുപാട് പേര് ഒരുപാട് പ്രത്യേകിച്ചും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കല്യാണം കഴിച്ച കുട്ടികളുടെ മെസ്സേജസാണ് എനിക്കിങ്ങനെ വരുന്നത്. ചപ്പാത്തി ആയിരുന്നു ഏറ്റവും വലിയ പണി ചേച്ചി, ഇപ്പോൾ അത് ഭയങ്കര ഈസി ആയെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോണ്ടല്ലോ മക്കളെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കുറച്ച് കുട്ടികൾക്ക് ഒരു എന്താ പറയുക, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമൊന്നും പലവരും കരുതുന്ന ചപ്പാത്തി മേക്കിംഗ് ഈസി ആയെന്ന് കേട്ടപ്പോൾ എൻ്റെ ജീവിതം സത്യം പറഞ്ഞ സഫലമായി. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം, വേറെ ഒന്നും വേണ്ട. അതെ, ഇപ്പോൾ ഏകദേശം ഒന്നായിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളത്തിൻ്റെ കൂടുതലുണ്ട് ഇതിൽ. അപ്പോൾ കുറച്ചും കൂടെ പൊടി വേണ്ടി വരും. എന്നാലാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. കാരണം നമ്മളിത് അടച്ചു വെക്കാൻ പോണതാ. അടച്ചു വെക്കുമ്പോൾ കുറച്ചും കൂടെ മാവ് സോഫ്റ്റ് ആവും. അപ്പോൾ ഓൾറെഡി ഭയങ്കര സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനേക്കാളേറെ സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാൻ വളരെ പാടായിരിക്കും. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണും കൂടെ മിക്കവാറും വേണ്ടി വരും ഇതിലേക്കുള്ള പൊടി. അപ്പോൾ ഞാൻ 1.5 കപ്പാണ് പൊടി ഇട്ടിരിക്കുന്നത്. വീണ്ടും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കട്ടെ. കാരണം ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ അളവൊന്നുമില്ല, നമ്മൾ ഇടുക ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു അളവൊന്നും നോട്ട് ചെയ്ത് വെക്കാറില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ അളവിൻ്റെ ആവശ്യം. നമ്മളിപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെ തന്നെയല്ലേ, കൈയളവാണല്ലോ എല്ലാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ നോക്കി ചെയ്യുന്നത് കേട്ടോ. നിങ്ങളോട് പറയുമ്പോൾ കറക്റ്റ് അളവ് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇത് മതിയാവും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാലക്കിൻ്റെ പ്യൂരിക്ക് 1.5 ഗ്ലാസും 1 ടേബിൾ സ്പൂണും ആട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു 2 മിനിറ്റ് ഞാൻ കുഴക്കട്ടെ കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതേസമയം ഉള്ളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായി പ്രസ് ആവാൻ വേണം. അതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. ഓക്കെ, ഇത് നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും മിനിമം അടച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രി കുഴച്ച് വെക്കുക. നന്നായി ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഒരു കേടും വരില്ല. ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് സമയത്തൊക്കെ ഈ ചപ്പാത്തി മാവ് ഇതേപോലെ 10-15 മിനിറ്റ് കുഴച്ച് വെച്ചതിന് ശേഷം ഈ മാവ് നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം രാവിലെ എണീറ്റ് ഓവനിൽ 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് വീതം ഓരോ സൈഡും, അതായത് ഒരു സൈഡിൽ 20 സെക്കൻഡ് ചൂടാക്കണമെങ്കിൽ അടുത്ത സൈഡിൽ 20 സെക്കൻഡ് ചൂടാക്കിയതിന് ശേഷം അപ്പോൾ നമ്മുടെ മാവിൻ്റെ ടെമ്പറേച്ചർ നോർമലാവും. അതായത് തണുപ്പൊക്കെ മാറും. തണുപ്പോടുകൂടി നമുക്ക് ഇത് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നോർമലാക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ രാത്രി തന്നെ ചപ്പാത്തി റെഡിയാക്കിയതിന് ശേഷം രാവിലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പറയാറില്ലേ മറ്റേ ചപ്പാത്തിയിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ മേലെ കുറച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം തടവുക. ഓവനിൽ വെച്ചിട്ട് 10 സെക്കൻഡ് വീതം ചൂടാക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തളർന്ന ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ചപ്പാത്തി പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ആട്ട എടുത്ത് വെക്കുക. അതായത് ചപ്പാത്തി റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ എടുത്ത് വെക്കുക, സൈഡിൽ മാറ്റി വെക്കുക. അതിനുശേഷം ചപ്പാത്തി ഉരുളകളാക്കി വെക്കുക. അപ്പോൾ
ഞാനിപ്പോൾ എല്ലാ ചപ്പാത്തി ഒരുമിച്ച് ഉണ്ടാക്കുന്നില്ല. കുറച്ച് ചപ്പാത്തി ആവശ്യത്തിന് കുട്ടികൾ വരുമ്പോഴേക്കും മാത്രം ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് രാത്രിക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതങ്ങനെ അടച്ച് വെക്കുള്ളൂ ഞാൻ. അപ്പോൾ ഇതുപോലെ മീഡിയം സൈസ് ഉരുളകളാക്കി, എത്ര ചപ്പാത്തിയാണോ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം അത്രയും ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഉരുളകൾ പെട്ടെന്ന് എടുത്ത് ചപ്പാത്തി പരത്തിയെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ ഓൾറെഡി കണ്ടതല്ലേ, നിങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് ചപ്പാത്തി ഇങ്ങനെ പരത്തുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ മറ്റേ പ്രൊസീജിയർ മാത്രമാണ് പുതിയൊരു അല്ലേ ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് ഒരു ഉരുള എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ആണ് ചപ്പാത്തി പരത്താൻ പോണത്. കട്ടിംഗ് ബോർഡിന് മുകളിൽ തന്നെയാണ്, കാരണം കുറച്ച് ഒരു വിസ്താരമുള്ളൊരു സ്ഥലമല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ പരത്തിയെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോ ഉരുള എടുക്കുക. അതിന് ശേഷം നമ്മുടെ മാവിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പൊന്നും വലിയ റൗണ്ടൊന്നും ആവാറില്ല, ക്ഷമിക്കുക. ഷേപ്പ് എങ്ങനെയാണെങ്കിലും നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം മതിയില്ലേ. നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ചെറിയ ഉരുളകളാക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ ചപ്പാത്തികൾ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. എനിക്ക് അതാണ് ഇഷ്ടം തോന്നാറ്. വലിയ ചപ്പാത്തിനേക്കാൾ എനിക്ക് എപ്പോഴും ഇഷ്ടം ചെറിയ ചപ്പാത്തി കഴിക്കാൻ. പിന്നെ കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു കുഞ്ഞു ചപ്പാത്തി കാണുമ്പോഴായിരിക്കും കുറച്ച് ക്യൂട്ടായിട്ട് തോന്നുക. അതുകൊണ്ട് ഇതിനേക്കാളും ചെറുതാക്കാൻ പറ്റണമെങ്കിൽ, പക്ഷേ സമയം എടുക്കുന്നു മാത്രം. കുഞ്ഞു കുറേ ചപ്പാത്തികൾ ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ നല്ല രസമാണ്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ ചപ്പാത്തി ആണെങ്കിൽ കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. പിന്നെ കളറും കാണുമ്പോഴും ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ എപ്പോഴും മിഡിൽ ഭാഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിഡിൽ ഭാഗം ഒരിക്കലും തിന്നാവാൻ പാടില്ല. എല്ലാ ഭാഗവും ഈക്വൽ ആയിട്ടുള്ള തിക്നെസ് വേണം നമ്മുടെ ചപ്പാത്തിക്ക്. അപ്പോൾ ഓവറായിട്ട് മിഡിലിൽ തിന്നായി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി പൊന്തി വരില്ല. ഒരു ചപ്പാത്തി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പൊടി കുറവ് തോന്നുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് പൊടിയിൽ മുക്കിക്കോളൂ. പിന്നെ ഇതിൽ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് ആ പച്ച കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിവിടെ എണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കാരണം അപ്പോൾ പൊടി അധികം ഇടേണ്ട ആവശ്യം വരില്ല നമുക്ക് ഈ ചപ്പാത്തി മാവിൽ എണ്ണ കൂടുതലുണ്ടെങ്കിൽ. പക്ഷേ എണ്ണ അധികം ഒഴിക്കുന്നത് അത്ര ഹെൽത്തിന് നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കളർ ഇച്ചിരി ഡിമ്മാവുന്നുണ്ട്, കാരണം പൊടി തട്ടുന്ന കാരണം. അങ്ങനെ രണ്ടാമത്തെ ചപ്പാത്തി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെക്കുക. തവ മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ള പൊടിയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി ചെറിയ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും ഈവനായിട്ട് വേറൊരു കളർ വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചെറിയ കുഞ്ഞു കുമിളുകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ ഇവിടെയും ബാക്ക് സൈഡിലും ഈ ഫ്രണ്ട് സൈഡ് തിരിച്ചിടുമ്പോൾ ചെറിയൊരു ബ്രൗൺ സ്പോട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും നമ്മുടെ ചപ്പാത്തി. അങ്ങനെ വീർത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മളെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യണ പോലെ കൈകാര്യം ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ചപ്പാത്തി നല്ല വീർപ്പിച്ച് കിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതല്ല നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ചപ്പാത്തി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ചപ്പാത്തി എടുക്കുക, ഇട്ട് കൊടുക്കുക. ചിലൊരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മിഡിൽ ഭാഗം തിന്നാവുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. മിഡിൽ മാത്രം ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ശരിയായ രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഒരു എന്താ പറയുക 1 2 3 എണ്ണി വരുമ്പോഴേക്കിനും നമുക്ക് തിരിച്ചിടുന്ന സമയമാവും. ഞാൻ കൈകൊണ്ട് തന്നെയാണ് എപ്പോഴും ചെയ്യാറ്. തിരിച്ചിടുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 2 പ്രാവശ്യം മീഡിയം ഫ്ലെയിമാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചിടുമ്പോഴാണ് തിരിച്ചിടുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ടാക്കി തിരിച്ചിടണം. കുഞ്ഞു കുമ്പളകൾ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മറ്റേ ചപ്പാത്തിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുമ്പളകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെയിം കൂട്ടിയതിന് ശേഷം, ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത്, നേരെ തിരിച്ചിടാം. തിരിച്ചിടുന്ന സമയത്ത് ഇവിടെ ബ്രൗൺ സ്പോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അതിന് ശേഷം പതുക്കെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ പതുക്കെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ദേഷ്യമൊന്നും ഇതിൽ തീർക്കരുത്. അപ്പോൾ മെതുവായി പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഒരുപാട് അങ്ങ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഹാർഡായിട്ട് മാറും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ബാക്കിയുള്ള മാവ് ഞാനിങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ പറഞ്ഞ അളവിന് നമുക്ക് 20 ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് മീഡിയം സൈസ് ഇതേപോലെയുള്ള സൈസിൽ 20 ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് സെർവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊന്ന് കഴിച്ച് കാണിക്കണോ? കറി എടുക്കട്ടെ കേട്ടോ. ഞാനൊരു കഷ്ണം ചപ്പാത്തി നമ്മുടെ ദാലിൽ മുക്കി കഴിക്കട്ടെ. ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഒന്ന്. അരെ വാ, ഹിന്ദി പറയേണ്ടി വരും. ഹിന്ദി പറഞ്ഞ് നിങ്ങൾ ഓടും. അപ്പം
അടിപൊളിയായിട്ടുണ്ടോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്ക് കൊടുക്കുക, അവരെ സർപ്രൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്